വാർത്തകളിലേക്ക് വിശദമായി. തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ് കേസിൽ കെ ബാബുവിന് ആശ്വാസം. ബാബുവിനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് എതിർ സ്ഥാനാർത്ഥി എം സ്വരാജ് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. മതചിഹ്നം ഉപയോഗിച്ച് വോട്ട് തേടിയെന്ന ആരോപണം തെളിയിക്കാനായില്ലെന്ന് ഹൈക്കോടതി. സാക്ഷിമൊഴികൾ സാധൂകരിക്കുന്ന തെളിവുകൾ ഹാജരാക്കാനായില്ല. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് എബി ജോൺ തോമസ് ചേരുന്നു. എബി, ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണിത്. ഇപ്പോൾ കെ ബാബുവിന് ആശ്വാസകരമായ ഒരു വിധി ഉണ്ടായിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നത്? ലിബീഷ്, ഒറ്റ വരിയിൽ അവസാനിപ്പിക്കുന്ന ഒരു വിധിയാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട്. അതിൽ ബാബുവിന് ആശ്വാസം. ഒപ്പം തന്നെ ലിബീഷ് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എതിരായി കൊണ്ടുവന്നിരിക്കുന്ന തെളിവുകളെ സാധൂകരിക്കാൻ, അതായത് സാക്ഷിമൊഴികൾ മാത്രമാണുള്ളത്. ഈ സാക്ഷികളെല്ലാം തന്നെ CPM പ്രവർത്തകർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ സാക്ഷിമൊഴികളെ സാധൂകരിക്കുന്ന തരത്തിൽ തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വിധിയിൽ സന്തോഷമുണ്ട് എന്നുള്ളൊരു പ്രതികരണമാണ് കെ ബാബുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. തനിക്കെതിരെ ഉണ്ടായിട്ടുള്ള തെളിവുകളെല്ലാം തന്നെ അത് കൃത്രിമമായി കിട്ടിച്ചമച്ച തെളിവുകളാണ്. ആ നിലയ്ക്കാണ് ആ കേസിനെ കൊണ്ടുപോയിട്ടുള്ളത്. അനാവശ്യമായിട്ടുള്ള വ്യവഹാരങ്ങൾ ഇനിയെങ്കിലും ഒഴിവാക്കണമെന്നുള്ള അഭ്യർത്ഥന കൂടി കെ ബാബു മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും രാഷ്ട്രീയ കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട 2021 തെരഞ്ഞെടുപ്പിന് ശേഷം ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമായിരുന്നു എന്തായാലും തൃപ്പൂണിത്തുറയിലെ ഈ തെരഞ്ഞെടുപ്പ് കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ. കെ ബാബു മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വോട്ട് തേടുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതായിരുന്നു പ്രധാനമായും എം സ്വരാജ് ചൂണ്ടിക്കാണിച്ചിരുന്നത്. അത് കൃത്യമായി പറഞ്ഞാൽ ജനപ്രാതിനിധ്യ നിയമത്തിലെ 8A വകുപ്പുകളുടെ ലംഘനം ആണ് കെ ബാബുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ജാതി, മതം, ഭാഷ, സമുദായം എന്നിവയുടെ പേരിൽ വോട്ട് ചോദിക്കുക, അതിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കെ ബാബുവിനെതിരെ എം സ്വരാജ് പരാതി നൽകുകയും അത് ഹർജി സമർപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നത്. ബാബുവിനെതിരായിട്ടുള്ള എല്ലാ ആരോപണങ്ങളും ഇതോടുകൂടി തള്ളുന്ന സാഹചര്യം കൂടിയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത്. കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? ബാബുവിനെതിരായിട്ടുള്ള സാക്ഷിമൊഴികൾ മാത്രം ആണ് ഉണ്ടായിരുന്നത്. ഈ സാക്ഷിമൊഴികളെ സാധൂകരിക്കുന്ന തെളിവുകൾ ഹാജരാക്കാൻ സ്വരാജിന് കഴിഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ സാക്ഷികളെല്ലാം തന്നെ CPM പ്രവർത്തകരാണ് എന്നുള്ള ബാബുവിന്റെ വാദം കോടതി ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ കേസിന്റെ ഒരു പരിസമാപ്തിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. എന്തായാലും ബാബുവിന് ആശ്വാസം നൽകുന്ന വിധി, ഒപ്പം തന്നെ എം സ്വരാജിന് വലിയ രീതിയിൽ തിരിച്ചടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എം സ്വരാജ് അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ കാണും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അരമണിക്കൂറിനുള്ളിൽ അദ്ദേഹം കൊച്ചിയിൽ ലെനിൻ സെന്ററിൽ മാധ്യമങ്ങളെ കാണുമെന്നൊരു അറിയിപ്പ് കൂടി ഇഘട്ടത്തിൽ നൽകിയിട്ടുണ്ട്. എന്തായാലും കേസിന്റെ തുടർ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്തായാലും എം സ്വരാജിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. എബി, 992 വോട്ടുകൾക്കാണ് കെ ബാബുവിന്റെ വിജയം. അന്ന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ശബരിമല വിഷയം തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ മാത്രമല്ല, തൃപ്പൂണിത്തുറയിൽ സവിശേഷമായും വലിയ ചർച്ചയായ ഒരു സംഭവമാണ്. ആ കേസിൽ ഈ കെ ബാബുവിന് എന്തൊക്കെ ന്യായങ്ങൾ നിരത്താനുണ്ടായിരുന്നു? സ്വരാജ് എന്തൊക്കെ കാര്യങ്ങൾ ഉന്നയിച്ചാണ് ഈ ഹർജിയുമായി മുന്നോട്ട് പോയത്? കെ ബാബു പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് ഈ സ്ലിപ്പാണ് പ്രധാനമായി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കെ ബാബു വോട്ട് ചെയ്യാം അല്ലെങ്കിൽ വോട്ട് അഭ്യർത്ഥിച്ചു എന്നുള്ളതായിരുന്നു പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഇതിനായി തെളിവായി സമർപ്പിച്ചിരുന്നത് ഈ സ്ലിപ്പിൽ അയ്യപ്പന്റെ പടം, ഒപ്പം തന്നെ 2 ചിഹ്നം, കെ ബാബുവിന് വോട്ട് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആ സ്ലിപ്പ് സമർപ്പിച്ചിരുന്നത്. മത്സരം ശബരിമല അയ്യപ്പനും എം സ്വരാജും തമ്മിലാണെന്നുള്ള പ്രചാരണം ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. എം സ്വരാജ് വിജയിക്കുകയാണെങ്കിൽ അവിടെ തോൽക്കുന്നത് അയ്യപ്പനാണ് തുടങ്ങിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ കെ ബാബുവിന്റെ ഭാഗത്തുനിന്നും UDFന്റെയും കോൺഗ്രസിന്റെയും ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു എം സ്വരാജ് ഈ പരാതി നൽകുന്നതും ഈ നിയമ നടപടികളിലേക്ക് പോകുന്നതും. എന്നാൽ ഈ തെളിവുകളെല്ലാം തന്നെ കെട്ടിച്ചമച്ചതാണ് എന്നുള്ള ഒരു വിശദീകരണമാണ് കെ ബാബുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ സാക്ഷിമൊഴികളാണ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഈ സാക്ഷിമൊഴികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. സാക്ഷിമൊഴികളെ പക്ഷേ സാധൂകരിക്കുന്ന തെളിവുകൾ ഹാജരാക്കാൻ സ്വരാജിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കോടതി പ്രധാനമായും പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും കെ ബാബുവിന് MLA ആയി തന്നെ തുടരാം എന്നുള്ള ഒരു വിധിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇപ്പോഴുണ്ടായിരിക്കുന്നത്. ഈ ബാബുവിനെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരു വിധി കൂടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എബി, ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് ഇത്തരത്തിലൊരു കേസിൽ UDFന് ആശ്വാസകരമായ ഒരു വിധി ഉണ്ടായിരിക്കുന്നത്. ഈ മതചിഹ്നങ്ങൾ ഉപയോഗിച്ച് വോട്ട് തേടുക എന്നുള്ളത് കോടതികൾ പൊതുവെ ഗൗരവത്തിലെടുക്കുന്ന ഒരു വിഷയം തന്നെയാണ്. മുൻപ് PC തോമസിന്റെ കാര്യത്തിലൊക്കെ ഇക്കാര്യം നേരത്തെ കോടതി വളരെ ഗൗരവത്തിലെടുക്കുകയും ഈ അംഗത്വം അസാധുവാക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്.
ഇപ്പോൾ എബിയിലേക്ക് ഞാൻ തിരിച്ചെത്താം. കെ ബാബു ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ കെ ബാബു, താങ്കൾക്ക് ഏറെ ആശ്വാസം നൽകുന്ന വിധി. എങ്ങനെയാണ് ഈ വിധിയോട്ടുള്ള ഒരു ആദ്യ പ്രതികരണം? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സംഘർഷം ഉണ്ടായ ഒരു കാര്യമാണ് മാനസികമായിട്ട് ഈ കേസ്. അപ്പൊ ആ കേസിൽ ഞങ്ങൾ സത്യം കോടതി കണ്ടെത്തി എന്നുള്ളതിൽ വലിയ ആശ്വാസമാണ്, വലിയ ആത്മവിശ്വാസം പകരുന്ന കോടതി വിധിയാണിത്. വളരെ വിചിത്രമായൊരു വിധിയാണെന്നൊക്കെയാണ് എം സ്വരാജിന്റെ ഒരു ആദ്യ പ്രതികരണമായി വന്നിട്ടുള്ളത്. അല്ല, അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. വിചിത്രമായ ഒരു കേസായിരുന്നു ഇത് അവരുടെ ഭാഗത്തുനിന്ന്. കാരണം ഞങ്ങൾ ചെയ്യാത്തൊരു കാര്യം ഞങ്ങളുടെ മേലെ ആരോപിച്ച് ഒരു കേസ് കൃത്രിമമായിട്ട് ഉണ്ടാക്കി എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് ജനങ്ങളിൽ 100% വിശ്വാസം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ഇത്തരം കൃത്രിമ മാർഗങ്ങളൊന്നും ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല, ഉപയോഗിച്ചിട്ടുമില്ല. ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മുഹൂർത്തത്തിലാണ് ഇങ്ങനെ ഒരു വിധി വരുന്നത്. എത്രത്തോളം UDF ആത്മവിശ്വാസം പകരുന്നതാണ് വിധി? ഇത് തീർച്ചയായിട്ടും UDF ആത്മവിശ്വാസം പകരുന്നതാണ് ഞങ്ങൾക്ക്. കാരണം CPM തെരഞ്ഞെടുപ്പിന്റെ നേരിട്ടുള്ളത് അല്ലെങ്കിലും ഒരടി കിട്ടിയല്ലോ. അത് ഞങ്ങൾക്ക് ആത്മവിശ്വാസം പകരുന്നൊരു കാര്യം. ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോൾ മറ്റ് നിയമ നടപടികളിലേക്ക് എതിർപക്ഷം പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഏത് കോടതിയിലെത്തിയാലും ഇതിനെ നേരിടാമെന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ടോ? അല്ല, ഇനിയിപ്പോ സുപ്രീം കോടതിയിലാണ്. സുപ്രീം കോടതിയിൽ LDF പോകുമ്പോൾ ഇപ്പോ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി പറഞ്ഞതായിട്ട് മാധ്യമപ്രവർത്തകർ പറഞ്ഞു. എനിക്ക് അറിഞ്ഞുകൂടാ. അവർ പോയാൽ സ്വാഭാവികമായിട്ടും ഞങ്ങൾ അതിനെ ഫേസ് ചെയ്യേണ്ടി വരും, ഫേസ് ചെയ്യുകയും ചെയ്യും. ഞങ്ങൾക്ക് ആ കേസിനെ കുറിച്ചും നല്ല ആത്മവിശ്വാസമുണ്ട്. കാരണം ഞങ്ങൾ തെറ്റ് ചെയ്യാത്തോടത്തോളം കാലം ഞങ്ങൾക്ക് ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഈ എന്തൊക്കെ വാദമുകൾ ഉന്നയിച്ചായിരുന്നു കോടതിയിൽ താങ്കളുടെ ഒരു പ്രതിരോധം? അല്ല, ഞങ്ങളിങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയായിരുന്നു. എനിക്ക് ഒരുപാട് കോൾ വരുന്നു, പ്ലീസ്. ശരി, ശ്രീ കെ ബാബു ആണ് പ്രതികരിച്ചത്. വിധിയിൽ വളരെയധികം ആശ്വാസവും സന്തോഷവും പ്രകടിപ്പിക്കുകയാണ് അദ്ദേഹം. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന മുഹൂർത്തത്തിൽ UDFന് ഏറെ ആത്മവിശ്വാസം നൽകുന്ന ഒരു വിധി എന്നുകൂടി കെ ബാബു പ്രതികരിക്കുന്നു. എബി തുടരുന്നുണ്ട്. എബി, എന്തായാലും ഈ കേസിൽ കെ ബാബുവിൻ്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നുണ്ട്. അവർ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഏത് കോടതിയിൽ പോയാലും ഇനി ഈ കേസിനെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ കഴിയുമെന്നാണ് കെ ബാബു അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതികരണമായി ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. നമ്മൾ ഈ കേസിൻ്റെ ഒരു നാൾവഴിയിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ലിപ്പ്, അതായത് അയ്യപ്പൻ്റെ ചിത്രമുള്ള സ്ലിപ്പ് നൽകിയതിന് തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നതാണോ ഈ സ്വരാജിന് തിരിച്ചടിയായത്? ഈ സാക്ഷിമൊഴികളെ സാധൂകരിക്കുന്നതിനുള്ള തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. സ്ലിപ്പിന്റെ ചിത്രങ്ങൾ, സ്ലിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കോടതിയിൽ ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ചില സാങ്കേതികമായിട്ടുള്ള പിഴവുകൾ ഉണ്ട് എന്നുള്ളൊരു കണ്ടെത്തൽ കൂടിയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് വരേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ട്. എന്തായാലും ആ സാക്ഷികൾ എല്ലാവരും തന്നെ CPM പ്രവർത്തകരാണ് എന്നുള്ളൊരു വാദം കെ ബാബു ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഒപ്പം തന്നെ ഈ ബൂത്ത് ഏജന്റ് അല്ലാത്ത ആളുടെ അല്ലെങ്കിൽ ബൂത്ത് ഏജന്റുമാരാണ് കൃത്യമായി ഇതിന്റെ കസ്റ്റോഡിയൻസ് ആയിട്ട് ഉണ്ടാവുക. പക്ഷെ അവരുടെ സീലോ ഒപ്പോ ഒന്നും തന്നെ ഇല്ലാത്ത സ്ലിപ്പുകളാണ് ഈ ഹാജരാക്കപ്പെട്ട സാധനങ്ങൾ എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കോൺഗ്രസുകാർ തന്നെ അടിച്ചിറക്കിയതാണ് എന്ന് സാധൂകരിക്കാൻ അല്ലെങ്കിൽ അതിനെ ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്താത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് തന്നെയാണ് തിരിച്ചടിക്ക് പ്രധാനമായ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഹയർ കോടതിയിലേക്ക് തന്നെ, ഉന്നതമായ കോടതിയിലേക്ക് തന്നെ പോകാനുള്ള തീരുമാനം തന്നെയാണ് ഇടതുപക്ഷം ഉള്ളത് എന്നുള്ള സൂചനകൾ കൂടി ലഭ്യമാകുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ എം സ്വരാജ് മാധ്യമങ്ങളെ കാണും. കൂടുതൽ വിവരങ്ങൾ, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ നടപടിക്രമങ്ങൾ എങ്ങനെയാണ്, ഏത് നിലയിലാണ് ഈ തുടർ നടപടികളിലേക്ക് പോവുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ എം സ്വരാജ് തന്നെ അതിനകത്തൊരു വിശദീകരണം നൽകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. അല്പസമയത്തിനകം തന്നെ ലെനിൻ സെന്ററിൽ മാധ്യമങ്ങളെ കാണുമെന്നൊരു അറിയിപ്പ് കൂടി അദ്ദേഹം നൽകിയിട്ടുണ്ട്. ശരി എബി, എന്തായാലും 3:30 എം സ്വരാജ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം ആ ഘട്ടത്തിൽ ലഭ്യമാകും. ഇനി എന്തായിരിക്കും തുടർ നടപടികളെന്ന് എം സ്വരാജ് വ്യക്തമാക്കും. കെ